നമസ്കാരം. ഇൻഫോർടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രം നാം മറക്കരുത്. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയാണ്, സുരയ്യ ബദറുദ്ദീൻ ത്യാബ്ജി. മുസ്ലിങ്ങളുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രം നാം മറക്കാതിരിക്കുക. ഇങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവാം. സംശയം തീർക്കാനായി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പിങ്കളി വെങ്കയ്യ എന്നൊരു പേരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ആരാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? വിക്കിപീഡിയയാണോ സോഷ്യൽ മീഡിയയാണോ ശരി? 2018 തന്നെ ട്വിറ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും സംവാദങ്ങളുമെല്ലാം നടന്നിരുന്നു. ഇത് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. 1921 മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ഒരു ദേശീയ പതാക വേണമെന്ന അത്തരമൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് പ്രവർത്തകനായ പിങ്കളി വെങ്കയ്യ ഒരു പതാക രൂപകൽപ്പന ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിങ്കളി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു കൊടുത്ത ആ പതാകയിൽ ചർക്കയുടെ ചിത്രം കൂട്ടിച്ചേർക്കണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. എന്നാൽ 1947 ചർക്കയ്ക്ക് പകരം അശോക ചക്രം കൂട്ടിച്ചേർക്കാമെന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെടുന്നു. 1947 തന്നെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയവും പാസാക്കി. ഈ പ്രമേയത്തിൽ പിങ്കളി വെങ്കയ്യയുടെയോ സുരയ്യ ത്യാബ്ജിയുടെയോ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദ വയറിൽ സുരയ്യ ത്യാബ്ജിയുടെ മകൾ പത്മശ്രീ ലൈല ത്യാബ്ജി എഴുതിയ ഒരു ലേഖനമാണ് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നത്. 1919 മുതൽ 1978 വരെയായിരുന്നു സുരയ്യ ത്യാബ്ജിയുടെ ജീവിത കാലഘട്ടം. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ സർ അക്ബർ ഹൈദരി ഹൈദരാബാദിലെ പ്രധാനമന്ത്രിയായിരുന്നു. അച്ഛന്റെ പേര് അമീർ അലി എന്നും അമ്മയുടെ പേര് ലൈല ഹസൻ ലത്തീഫ് എന്നുമായിരുന്നു. ബദറുദ്ദീൻ ത്യാബ്ജിയെയാണ് സുരയ്യ വിവാഹം ചെയ്തത്. ചിത്രകലയിലൂടെ കഴിവ് തെളിയിച്ചയാളാണ് സുരയ്യ ബദറുദ്ദീൻ ത്യാബ്ജി. അക്കാലത്ത് തന്നെ ലണ്ടനിലും ഇന്തോനേഷ്യയിലുമെല്ലാം സുരയ്യയുടെ ചിത്രകലാ പ്രദർശനം നടത്തിയിരുന്നു. ഭർത്താവ് ബദറുദ്ദീൻ ത്യാബ്ജിയുടെ കുടുംബത്തിലെ പലർക്കും കോൺഗ്രസ് നേതാക്കളുമായും പ്രവർത്തകരുമായുമെല്ലാം നല്ല ബന്ധമുണ്ടായിരുന്നു. സെലക്ടഡ് വർക്ക്സ് ഓഫ് നെഹ്റു എന്ന പുസ്തകത്തിൽ ബദറുദ്ദീൻ ത്യാബ്ജിക്ക് എഴുതിയ ചില കത്തുകളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സുരയ്യയുടെയും ബദറുദ്ദീൻ ത്യാബ്ജിയുടെയും മകൾ പത്മശ്രീ ലൈല ത്യാബ്ജി 2018 ദ വയറിൽ ഹൗ ദ ട്രൈ കളർ ആൻഡ് ലയൺ എംബ്ലം റിയലി കെയിം ടു ബി എന്ന ഒരു ലേഖനം എഴുതി. ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഒരു ഫ്ലാഗ് കമ്മിറ്റി ബദറുദ്ദീൻ ത്യാബ്ജി രൂപീകരിച്ചിരുന്നു. തന്റെ മാതാപിതാക്കൾ അശോക ചക്രത്തിന്റെ ചിത്രം പതാകയിൽ കൂട്ടിച്ചേർക്കണമെന്ന് പറയുക മാത്രമല്ല, അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ചിത്രം തന്റെ മാതാവ് സുരയ്യ ത്യാബ്ജി വരച്ചു കൊടുക്കുക കൂടെ ചെയ്തു എന്നാണ് ലൈല ത്യാബ്ജി ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ലേഖനത്തിന്റെ പേരിൽ ഒന്നുകൊണ്ട് മാത്രം സുരയ്യ ത്യാബ്ജിയാണ് ദേശീയ പതാകയ്ക്ക് രൂപകൽപ്പന കൊടുത്തത് എന്ന് നമുക്ക് പറയാനാവില്ലല്ലോ. 1950 ജനുവരി 26 ദ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ സുരയ്യ ത്യാബ്ജിയാണ് ദേശീയ പതാകയ്ക്ക് രൂപകൽപ്പന കൊടുത്തത് എന്ന് പരാമർശിക്കുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 14 സുരയ്യ ത്യാബ്ജി ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷൻ ഫ്ലാഗ് കമ്മിറ്റിയിൽ നടത്തിയതിന് രേഖകളുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് 1921 പിങ്കളി വെങ്കയ്യയാണെന്നും പിന്നീട് അത് ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചത് സുരയ്യ ബദറുദ്ദീൻ ത്യാബ്ജിയാണ് എന്നുമാണ്. ആദ്യം മുതൽ അവസാനം വരെ ദേശീയ പതാകയുടെ രൂപകൽപ്പനയ്ക്കും പരിഷ്കരണത്തിനുമായി പരിശ്രമിച്ചവർ ഒരുപക്ഷെ ഇനിയും ഉണ്ടായിരിക്കാം. എന്തുതന്നെയായാലും പ്രതികരണങ്ങൾ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലാവുന്നതാണ് ഉചിതം. അത്തരം പ്രതികരണങ്ങൾക്ക് മതചിന്തയുടെ സ്വാധീനങ്ങൾ ഉണ്ടാവാതെ നോക്കുകയും വേണം. നന്ദി.